ഹലോ എവരിവൺ, ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെക്കുക. ശേഷം തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് അത് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലോട്ടേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പച്ചമുളകൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഒരു മൺചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായുള്ള വെള്ളം അഥവാ ശർക്കര കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കായപ്പൊടി ഒരു നുള്ള് ചേർത്ത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരിത്തിരി നേരം അടച്ച് വെച്ച് തിളപ്പിക്കുകയും അത് കഴിഞ്ഞ് മൂടി തുറന്ന് വെച്ച് തിളച്ച് അത് വറ്റുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കണം. നല്ല രീതിക്ക് വറ്റി ഒരു കുറുകിയ പരുവത്തിലാവുന്നത് വരെ വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് വറ്റാനായിട്ട് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് വറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിലേക്ക് ഒരിത്തിരി കടുക് കൂടിയിട്ട് പൊട്ടിച്ച് ശേഷം അതിലേക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി തിളച്ച് വറ്റി കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചമ്പുളി അഥവാ പുളി ഇഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.